നമസ്കാരം, എൻ്റെ പേര് ഗ്ലഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. പ്രത്യേകിച്ച് NRI സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ NRI സ്റ്റാറ്റസ് ഉള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ. പലരും ചോദിക്കുന്ന കാര്യമാണ്, NRI സ്റ്റാറ്റസ് ഉള്ളവർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 3 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിനായിട്ട് നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽനെസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്യാൻസറോ സ്ട്രോക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തോടെ ഒരു NRI സ്റ്റാറ്റസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ പിന്നീട് നമുക്കൊരു ഇതുപോലുള്ള ഒരു ക്രിട്ടിക്കൽനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് NRI സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ നേരത്തോടെ എടുത്തു വയ്ക്കുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽനെസ് ഒക്കെ കടന്നു വരാമെന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഹെൽത്ത് ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ ചില അസുഖങ്ങൾക്കൊക്കെ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് കിട്ടും. നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഡോക്ടറെ കാണാനും അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കാൻ എളുപ്പത്തിൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ പുറത്തുനിന്ന് പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസും വളരെ കുറവാണ്. പക്ഷേ പുറത്തുള്ള പലരും പറയുന്ന കാര്യമാണ്, ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസും വളരെ കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളൊരു NRI സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ നേരത്തോടെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൾഫിലെ പോലെ അല്ലെങ്കിൽ പുറത്തെ പോലെ എല്ലാ A to Z എല്ലാ ട്രീറ്റ്മെൻറ്റ് കവറേജും നമുക്കിവിടെ കിട്ടില്ല. നമ്മൾ അഡ്മിറ്റ് ആയാൽ മാത്രമാണ് ഇന്ത്യയിൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കിട്ടുള്ളൂ. ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പലരും പറയുന്ന കാര്യം, ഈ ജസ്റ്റ് കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസും നമ്മുടെ സ്കാനിങ്ങും എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്ത് കിട്ടുമെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ അഡ്മിഷൻ IPD അതായത് ഇൻപേഷ്യൻ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഇന്ത്യയിൽ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ NRI സ്റ്റാറ്റസ് ആണെങ്കിൽ കൂടി നമുക്ക് പുറത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് നേരത്തോടെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമതായിട്ട് പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം NRI സ്റ്റാറ്റസ് ഉള്ളവർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ വിസ, ഇപ്പോൾ OCA കാർഡ് ഉള്ളവർക്കാണെങ്കിൽ OCA കാർഡ് ഡീറ്റെയിൽസ്, പിന്നെ മെയിനായിട്ടും എൻട്രി എക്സിറ്റ് സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ പാൻ കാർഡ്, പിന്നെ ഫോറിൻ അഡ്രസ് പ്രൂഫ്, അതായത് ഇപ്പോൾ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റെൻറ്റ് അഗ്രിമെൻറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുക, ഒരു ഫോറിൻ അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ NRI അല്ലെങ്കിൽ NRO ബാങ്ക് ഡീറ്റെയിൽസ് ഒരു 6 മാസത്തേക്ക് ചോദിക്കാറുണ്ട് ഇൻഷുറൻസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ 5ാമതായിട്ടൊരു NRI ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് NRI ആയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ NRI ഡിസ്കൗണ്ട് വേണമെങ്കിൽ നമ്മൾ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടിൽ നിന്ന് വേണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പലരും ചോദിക്കുന്ന കാര്യമാണ്, നമുക്കിപ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക് എങ്ങനെയാണ് ഈ NRI ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. NRI ആയിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇൻഷുറൻസ് കമ്പനി നമ്മൾ വിളിച്ച് ടെലിമെഡിക്കലാണ് കൂടുതലും വരാറ്. അവർ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുക, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ NRI ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ നമ്പർ ഉണ്ടെങ്കിൽ ഇന്ത്യൻ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് NRI നമ്പറിലേക്ക് കോൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും അസുഖങ്ങൾ മെൻഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. നമ്മളിന്ന് 4 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളാണ് NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് വേണ്ടി പരിഗണിക്കുന്നത്. ഒന്ന് HDFC ERGOയുടെ ഒപ്റ്റിമസ് സെക്യൂർ എന്ന് പറയുന്ന പ്ലാൻ, ICICIയുടെ എലവേറ്റ്, അപ്പോൾ നിവോപ്പയുടെ റീഷോ 3.0 ബ്ലാക്ക്, കെയർ ഹെൽത്തിൻ്റെ അൾട്ടിമേറ്റ്. ഇങ്ങനെ 4 കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ് നമ്മളിന്ന് കമ്പാരിസൺ ആയിട്ട് എടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ 4 എടുക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഫീച്ചർ ഡിസ്കൗണ്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു പോളിസികളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ HDFC ERGOയുടെ ഒപ്റ്റിമസ് സെക്യൂർ നോക്കി കഴിഞ്ഞാൽ 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ. 3 ഇയർ ഒക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ICICI എലവേറ്റ് നോക്കി കഴിഞ്ഞാൽ 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. നിവോപ്പയുടെ റീഷോ 3.0 ബ്ലാക്കിലാണെങ്കിൽ 15%,
അൾട്ടിമേറ്റിലാണെങ്കിൽ 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 എന്ന് പറഞ്ഞ പ്ലാനിലും ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ കമ്പാരിസൺ വേണ്ടി എടുത്തിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രീമിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു 40-35 വയസ്സുള്ള ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി വരുന്ന പ്രീമിയമാണ് ഇവിടുത്തേക്കുന്നത് 10 ലക്ഷത്തിൻ്റെ കവറേജിന്. ഇവിടെ HDFC ERGO നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കേരളത്തിൻ്റെ പ്രീമിയമാണ് എടുത്തേക്കുന്നത്. ബേസിക്കായിട്ട് വരുന്ന എല്ലാ റേറ്റും ഇതിൽ എടുത്തിട്ടുണ്ട്. പ്രീമിയം വരുന്നത് 14,350 രൂപ അടുത്താണ് വരുന്നത് 10 ലക്ഷത്തിന്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ സം ഇൻഷുർഡൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ എടുത്തേക്കുന്നത് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു HDFC ERGO നോക്കുകയാണെങ്കിൽ 14,350 രൂപ അടുത്താണ് വരുന്നത്, രണ്ടുപേരും കൂടിയിട്ട് വരുന്ന പ്രീമിയം. പക്ഷേ ഇവിടെ HDFC നോക്കുകയാണെങ്കിൽ ഡേ 1 മുതൽ ഇപ്പോൾ 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 2x കവറേജ് ഡേ 1 മുതൽ 20 ലക്ഷത്തിൻ്റെ കവറേജ് നമുക്ക് കിട്ടും. നമുക്ക് HDFC ERGO ഒപ്റ്റിമസ് സെക്യൂറിലാണെങ്കിൽ. ICICI Elevate നോക്കുകയാണെങ്കിൽ നമുക്ക് NRI ഡിസ്കൗണ്ട് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം വരുന്ന ഒരു 14,450 രൂപ അടുത്താണ് വരുന്നത്. നിവോപ്പിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 13,528 രൂപയാണ് NRI ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രീമിയം. കെയർ ഹെൽത്തിലാണെങ്കിൽ 9,218 രൂപ അടുത്ത്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ പോലെ NRI ഡിസ്കൗണ്ട് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്രീമിയത്തിലേക്ക് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തെ 5 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പ്രത്യേകിച്ച് NRI സ്റ്റാറ്റസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ NRI ഡോക്യുമെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 3 വർഷത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 3 വർഷം വരെ നമുക്ക് ആ NRI ഡോക്യുമെൻറ്റ്സ് മതി. അല്ലെങ്കിൽ നമ്മൾ 1 ഇയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വർഷം ഈ NRI ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പറ്റുവാണെങ്കിൽ ഒരു 3 ഇയർ അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കുക. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഡിസ്കൗണ്ടും നമുക്ക് അപ്ലിക്കബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഇപ്പോൾ HDFC ERGO നോക്കി കഴിഞ്ഞാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും NRI സ്റ്റാറ്റസ് ആയിരിക്കണമെന്നുണ്ട്. എന്നാൽ മാത്രമേ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ICICI Elevate നമ്മുടെ ഏതെങ്കിലും ഒരാൾ മാത്രം പ്രൊപ്പോസർ മാത്രം NRI സ്റ്റാറ്റസ് ആയാൽ മതി, നമുക്ക് ഈ പറയുന്ന ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിവോപ്പിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മെമ്പേഴ്സും NRI സ്റ്റാറ്റസ് ആയാൽ മാത്രമേ ഈ പറയുന്ന ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മെമ്പർ പ്രൊപ്പോസർ മാത്രം NRI ആയാൽ മതി, നമുക്ക് ഈ ഡിസ്കൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ നമുക്കൊരു ഡിഡക്റ്റബിൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ HDFC നമുക്കറിയാം ഒരു 1 ഇയർ പ്രീമിയം വരുന്നത് 10 ലക്ഷത്തിന് ഒരു 14,350 രൂപ എടുത്താന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു 25,000 രൂപ ഡിഡക്റ്റബിൾ വയ്ക്കുക. അപ്പോൾ നമ്മുടെ പ്രീമിയം ഒരു 11,262 രൂപയായിട്ട് കുറയും. 50,000 രൂപ ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പ്രീമിയം ഒരു 9,410 കുറയും. അതായത് ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം വീണ്ടും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഒരു 20,000 വരെയുള്ള എക്സ്പെൻസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം. അല്ലെങ്കിൽ 50,000 രൂപ ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത് 50,000 വരെയുള്ള എക്സ്പെൻസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇൻഷുറൻസ് കവറേജ് ഇൻഷുറൻസ് കമ്പനിക്ക് തന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി. പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അത് ഡിഡക്റ്റബിൾ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഇതിൽ HDFC ERGO കവേർഡ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ICICI നിവോപ്പ് അതുപോലെ കെയർ ഹെൽത്തിൽ ഇതിൽ ഈ പറയുന്ന ഡിഡക്റ്റബിൾ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ മെയിനായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റൂമിന് അല്ലെങ്കിൽ ICUക്കൊക്കെ സബ്ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ഈ റൂമിൻ്റെ ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ സിംഗിൾ പ്രൈവറ്റ് റൂം കവർ ചെയ്യുന്ന പോളിസി ആണെങ്കിൽ നമുക്കൊരു സൂട്ട് റൂം എടുക്കേണ്ടി വന്നാൽ ഡിലക്സ് റൂം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പേയ്മെൻറ്റ് സബ്ലിമിറ്റ് ഒക്കെ വരും. അപ്പോൾ മെയിനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ റൂമിന് എന്തെങ്കിലും സബ്ലിമിറ്റ് ഉണ്ടോ എന്ന് തന്നെ ചോദിക്കാം. പിന്നെ ഈ പറയുന്ന 4 കമ്പനിയിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. റൂമിനൊന്നും റെസ്ട്രിക്ഷൻസ് പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ICU ചാർജസിനാണെങ്കിലും സബ്ലിമിറ്റ് എന്ന് പറയുന്നില്ല, അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റൂം റെൻ്റാണ്. കാരണം റൂം റെൻ്റ് അനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനി റൂമുള്ള പോളിസികൾ ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ബോണസിനെ പറ്റിയിട്ടാണ്. ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തിട്ടുണ്ട്, നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു സം ഇൻഷുർഡ് കൂടി വരാറുണ്ട്. അതാണ് ബോണസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ HDFC ERGO നോക്കുകയാണെങ്കിൽ ഇതിൽ ഡേ 1 മുതൽ 2x കവറേജ് കിട്ടുന്ന ഒരു ഫീച്ചറാണ് HDFC ERGO ഒപ്റ്റിമസ് സെക്യൂറിലുള്ളത്. അതായത് 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേ 1 മുതൽ 2x കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 4x കവറേജ് വരെ ആവുന്നുണ്ട്. അതായത് 10 ലക്ഷം എടുത്ത വ്യക്തിയാണെങ്കിൽ 40 ലക്ഷം 2 വർഷം കഴിയുമ്പോഴേക്കും HDFC ഒപ്റ്റിമസ് സെക്യൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ബോണസായിട്ട്. ICICI Elevate നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഇൻബിൽട്ടായിട്ട് ഇത് ഈ പറഞ്ഞ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫീച്ചർ 2x കവറേജ് എന്ന് പറയുന്നത് ഇൻബിൽട്ടായിട്ട് വരുന്ന ഫീച്ചറാണ് HDFC ERGO. ICICI നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 10 ലക്ഷത്തിന് എടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. അതായത് എല്ലാ വർഷം 2 ലക്ഷം വെച്ച് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. പക്ഷേ ഇതിലൊരു പവർ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷം ഇപ്പോൾ 10 എന്നുള്ളത് 20, 30 ഇങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് നമുക്കിങ്ങനെ നമ്മുടെ ബോണസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ക്ലെയിം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ ബോണസ് കൂടിക്കൊണ്ടിരിക്കും. പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു റൈഡറാണ് ശ്രദ്ധിക്കുന്നത്. നമ്മളിപ്പോൾ പോളിസി എടുക്കുമ്പോൾ ഈ പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന റൈഡർ ഉണ്ടോ എന്ന്
ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിവോപ്പയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 10x കവറേജ് ആണ് കിട്ടുന്ന നിവോപ്പയുടെ റേഷ്യോ 3.0 ബ്ലാക്കിലാണെങ്കിൽ നമുക്ക് 10, അതായത് 10 ലക്ഷത്തിന് പോളിസി ആണെങ്കിൽ 1 കോടിയായിട്ട് മാറും 10 വർഷം കൊണ്ട്. ഓരോ വർഷം 100% വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ICICIയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻബിൽട്ടായിട്ട് 100% കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു ഇൻഫിനിറ്റി ബോണസ് എന്ന് പറഞ്ഞ റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൈഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും 10 എന്നുള്ളത് 20, 30, 40 അങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ബോണസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഇതൊക്കെയാണ് ബോണസിൻ്റെ കേസിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. നമ്മൾ എടുക്കുമ്പോൾ ഈ റൈഡേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റീസ്റ്റോറേഷൻ ഫീച്ചർ. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, അതായത് റീസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് അൺലിമിറ്റഡ് ടൈംസിൽ നമുക്ക് ഈ 10 ലക്ഷം ഇങ്ങനെ ആഡ് ചെയ്ത് വരും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ. ഈ ഒരു ഫീച്ചർ HDFC Ergoയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു റൈഡറാണ്, അതായത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് 1 ടൈമാണ്. പക്ഷേ നമ്മൾ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് ഈ 10 ലക്ഷം എന്നുള്ളത് ആഡ് ചെയ്ത് വരുന്നത് നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് കിട്ടും റൈഡറായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ. ഇതിൽ ICICIയിലും നിവോപ്പിലും കെയർ ഹെൽത്തിലാണെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞു, മറ്റൊരാൾക്ക് വീണ്ടും ഈ 10 ലക്ഷം അൺലിമിറ്റഡ് ടൈംസ് ഓരോരുത്തർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. റീസ്റ്റോറേഷനും ഈ പോളിസികളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൺസ്യൂമബിൾ കവറേജ് എന്ന് പറയുന്നത്. അതായത് നോൺ മെഡിക്കൽ ഐറ്റംസ് ഉണ്ടല്ലോ, പഞ്ഞി, സിറിഞ്ച്, ഗ്ലൗസ്, ഇങ്ങനത്തെ ഐറ്റംസ് ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ എക്സ്ട്രാ ഒരു റൈഡർ പോയിട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ HDFC Ergoയിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒരു റൈഡർ ആഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അതിൽ പ്രൊട്ടക്റ്റ് ബെനിഫിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് അത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 100% ഒരു കയ്യിൽ നിന്നും ഒരു എക്സ്പെൻസും ചിലവായി പോകുന്നില്ല. ICICI Elevate-ലാണെങ്കിൽ ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു റൈഡർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിലുള്ള കൺസ്യൂമബിൾ ഐറ്റംസ് നമുക്ക് കവർ ചെയ്ത് കിട്ടി. നോൺ മെഡിക്കൽ ഐറ്റംസ്. നിവോപ്പിലാണെങ്കിൽ സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്ന റൈഡർ ആഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്ത് കിട്ടുള്ളൂ. കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ ക്ലെയിം ഷീൽഡ് എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ഈ പറയുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് നമുക്ക് കവർ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ റൈഡേഴ്സും നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ട നമ്മൾ ആഡ് ചെയ്യേണ്ട റൈഡേഴ്സാണ് ഈ പറയുന്ന ഓരോരോ കമ്പനിയിലെ റൈഡേഴ്സ്. അപ്പോൾ ഇതാണ് കൺസ്യൂമർ കവറേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന മറ്റൊരു ഫീച്ചറാണ് സ്പെഷ്യൽ കവറേജ് എന്ന് പറഞ്ഞിട്ട്. അതിൽ HDFC Ergoയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ലിമിറ്റ്ലെസ് കവറേജ് എന്ന് പറഞ്ഞൊരു റൈഡർ കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ ഒരു റൈഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഒരു വലിയൊരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം എത്ര വലിയ എക്സ്പെൻസ് വന്നാലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ലിമിറ്റ്ലെസ് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ 1 കോടി രൂപയുടെ അല്ലെങ്കിൽ ഒരു 10 കോടി രൂപയുടെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഒരു പ്രാവശ്യം ഈ റൈഡർ ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ICICI Elevate നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. സെയിം നമ്മൾ HDFC കണ്ട പോലെ തന്നെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം നമുക്ക് എത്ര വലിയ ക്ലെയിം വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലെയിംസ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ റൈഡറായിട്ട് ആഡ് ചെയ്യണം സെപ്പറേറ്റ്. അതുപോലെ ഇതിൽ നമുക്ക് ICICIയിൽ അൺലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ ക്ലെയിം നമ്മൾ മുന്നേ കണ്ടത് 1 ടൈം ആയിരുന്നെങ്കിൽ ഈ അൺലിമിറ്റഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലെയിമും അൺലിമിറ്റഡ് ആയിട്ട് കവറേജ് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ 1 കോടി രൂപയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് അതേ വർഷം തന്നെ നമുക്ക് എത്ര വന്നാലും അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നിവോപ്പിൽ നോക്കുകയാണെങ്കിൽ നിവോപ്പയുടെ ഈ ഒരു പ്ലാൻ ഫേമസ് ആയത് ഈ ഒരു അൺലിമിറ്റഡ് ഫീച്ചർ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം, 10 ലക്ഷം അൺലിമിറ്റഡ്, ഇങ്ങനെ 3 ഓപ്ഷൻസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം തന്നെ നമുക്ക് എത്ര വലിയ ക്ലെയിം വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കാണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള വേരിയൻ്റ് അതിൽ. പിന്നെ കെയർ ഹെൽത്തിൽ നോക്കി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ അൺലിമിറ്റഡ് കെയർ എന്ന് പറയുന്ന ഒരു റൈഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈഡർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഒരു ഇൽനെസ് നമുക്ക് എത്ര വലിയ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം എത്ര വലിയ എക്സ്പെൻസ് വന്നാലും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യമാണ് പറ്റുക ലൈഫ് ടൈമിൽ. ഇതിൽ നമുക്ക് ഏറ്റവും അവസാനം ഒരു അൺലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ റൈഡർ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നിവോപ്പയുടെ റേഷ്യോ 3.0 കണ്ട പോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ഒരു വർഷം തന്നെ എത്ര വലിയ ക്ലെയിം വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പോളിസി എടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഓരോരോ റൈഡേഴ്സ് നമ്മുടെ പോളിസിയിൽ ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് അടുത്തായിട്ട് പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനെ പറ്റിയിട്ടാണ്. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ചിലവുകളും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബില്ലുകളും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ HDFC Ergoയിൽ നോക്കുകയാണെങ്കിൽ 60-180 ആണ്. അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 60 ദിവസത്തെ ബില്ലുകൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ഡേയ്സ് വരെയുള്ള നമുക്ക് ക്ലെയിം ചെയ്യാം. ICICIയിലാണെങ്കിൽ 90-180 ആണ്. നിവോപ്പിലാണെങ്കിൽ 60-180 ആണ്. കെയർ ഹെൽത്തിലാണെങ്കിൽ 60-90 ഡേയ്സ് ആണ് പറയുന്നത്. അതായത് പോളിസി അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 60 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് 90 ദിവസം വരെയുള്ള ബില്ലുകളും നമുക്കിതിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുറച്ചും കൂടുതലായിട്ട് വരുന്ന പോളിസികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രീയും പോസ്റ്റും നമ്മൾ അവസാനമായിട്ട് എടുക്കുന്നൊരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്.
നമുക്ക് ഇൻഷുറൻസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പോളിസി ആക്റ്റീവ് ആവുക. പക്ഷേ ആക്സിഡൻറ്റ് കേസുകൾക്ക് ഈ പറഞ്ഞ പോലെ യാതൊരു വെയിറ്റിംഗ് പീരീഡും ബാധകമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 24 മാസത്തേക്ക് ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇൻഷുറൻസിൽ പറയുന്നുണ്ട്. ഞാനൊരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന അസുഖങ്ങൾ നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുള്ളൂ. ഈ പറയുന്ന ഫീച്ചേഴ്സൊക്കെ എല്ലാ കമ്പനിയിലും ഒരേപോലെയാണ്. അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് നമുക്ക് നിലവിൽ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ 36 മാസമാണ് ഇൻഷുറൻസിൽ പറയുന്നത്. ഇവിടെ പ്രീ എക്സിസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ HD സർക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ABCD ക്രോണിക് കെയർ എന്ന് പറയുന്ന റൈറ്റർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങൾ കവർ ചെയ്ത് കിട്ടും. നമ്മൾ ഈ ക്രോണിക് കെയർ എന്ന് പറഞ്ഞ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ICC എലവേറ്റിൽ വരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജംപ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഒക്കെ കവർ ചെയ്ത് കിട്ടും ഈ ജംപ് സ്റ്റാർട്ട് എന്ന് പറയുന്ന റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ മാത്രമല്ല ഇതിൽ PD നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഇപ്പോൾ 36 മാസം എന്ന് പറഞ്ഞല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് 2 ഇയർ 1 ഇയർ ആയിട്ട് ചുരുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. നിയോപ്പിയിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 145 അസുഖങ്ങൾക്ക് ഡേ 1 മുതൽ കവറേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെ 145 അസുഖങ്ങൾക്ക് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേ 1 മുതൽ കവറേജ് കിട്ടുന്നുണ്ട്. 145 അസുഖങ്ങൾ ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ആകെ ഒരു പ്ലാനിലാണ് 145 അസുഖങ്ങൾ ഡേ 1 മുതൽ കവറേജ് കിട്ടുന്നൊരു പ്ലാനുള്ളത്. പിന്നെ കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കവർ എന്ന് പറയുന്ന റൈഡർ ഉണ്ട്. അതായത് ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക്, അതുപോലെ ഹൈപ്പോതൈറോയിഡ് ഇതൊക്കെ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻറ്റ് കെയർ എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. പ്രത്യേകിച്ചും ഈ പറയുന്ന നമ്മൾ ഓരോ റൈഡേഴ്സും നമുക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റേത് ഇൻഷുറൻസ് പോലെ തന്നെ ഇവിടെയും ഇത് പറഞ്ഞ പോലെ മോഡേൺ ട്രീറ്റ്മെൻറ്റ്, ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് ചെക്കപ്പ്, ആംബുലൻസ് കവറേജ്, ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ പോളിസികളിലും കവേർഡാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കമ്പാരിസണിലേക്ക് കിടക്കുന്നില്ല, കാരണം വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും NRS സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ 4 പോളിസികൾ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പോളിസികൾ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നോ അല്ലെങ്കിൽ വിളിച്ചു വയ്ക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.